ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് പച്ചമുളക് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലെ നൈറ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ ഇത് മാത്രം മതി നമുക്കൊരു പ്ലേറ്റ് നിറയെ ചോറ് കഴിക്കാനായിട്ട്. വേറെ ഒന്നും വേണ്ടി വരില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു കിടുക്കാച്ചി ആയിട്ടാണ്. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 15 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള നീളത്തിലുള്ള മുളകാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. ഉരുണ്ട മുളകാണെങ്കിൽ അതിന് നല്ല എരിവ് ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം എരിവില്ലാത്ത 15 നീളത്തിലുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൽ നല്ല പോലെ ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലൊന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് മുഴുവനായിട്ട് മുറിക്കാതെ ഇതുപോലെ നമ്മൾ പൊരിച്ചെടുക്കാൻ, പച്ചമുളകൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ ഉപ്പ് ഇതിനുള്ളിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുക്കൂലേ, ആ ഒരു രീതിയിൽ ഞാൻ ഓരോ മുളകും നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ ഇതിനുള്ളിലേക്ക് ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഞാനിപ്പോൾ ഇതുപോലെ നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിൽ ഇട്ടിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇത് റെഡിയാക്കി വെച്ചാൽ 2-3 ദിവസം കഴിഞ്ഞാലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആവി കയറ്റി ഒരു 10 മിനിറ്റ് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഇതുപോലെ ഈ ഓയിൽ ഒഴിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ആണല്ലേ യൂസ് ചെയ്യുന്നത്, ഞാനും ഒരു വെസ്റ്റീജിയനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം യൂസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങാതെ വെസ്റ്റീജിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കതൊരു വരുമാന മാർഗം കൂടിയാണ്. പുറത്തുനിന്ന് നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമുക്ക് തിരിച്ചൊന്നും കിട്ടുന്നില്ലല്ലോ. അപ്പോൾ നല്ലൊരു ബിസിനസ് കൂടെയാണ് ഈ വെസ്റ്റീജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊളസ്ട്രോളൊന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ പാം ഓയിലിനോ ഒക്കെ എടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ വീതം ഉലുവയും കടുകും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് അല്ലാതെ അരിഞ്ഞെടുത്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്താൽ മതി. ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ മുളക് വെച്ചിട്ടുള്ള ചെയ്യുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ, കളറിന് വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, എന്നാൽ നല്ല കളറും ഉണ്ടാവുമല്ലോ. പൊടികൾ ചേർത്തിട്ട് പച്ചമണം മാറുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള ഒരു പുളിയുടെ കഷ്ണം, ഒരു ഉരുള പുളി എടുത്തിട്ട് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കുതിർത്ത് അരിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. അതിന് പകരം നിങ്ങൾക്ക് വിനാഗിരി വേണമെങ്കിൽ, അതായത് സുർക്ക വേണമെങ്കിൽ അത് ചേർത്താലും മതി. പുളിവെള്ളം ചേർത്തിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്ത മുളക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. കുറച്ച് സമയം ചെറിയ തീയിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ആ മുളകിൻ്റെ ഉള്ളിലേക്ക് എരിവും പുളിയൊക്കെ പിടിച്ച് കിട്ടണം കേട്ടോ. ഉപ്പും പുളിയൊക്കെ പിടിച്ച് കിട്ടണം കേട്ടോ. ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം കായപ്പൊടി കൂടെ ചേർത്തിളക്കാം. നമുക്കിത് ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നല്ല പോലെ തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ലൂസായിട്ടാണ് മതിയെങ്കിൽ ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇത് തണുത്ത് വന്നപ്പോഴേക്കും ഇത് നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് ഇത് മാത്രം മതിയാകും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്